ആള് വലുതായി വരുന്നുണ്ട്. പക്ഷെ എന്നിട്ട് ഓന് ഇതൊക്കെ ചേമ്പൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട്. കേട്ടോ, എല്ലാത്തിനും മറുതണ്ട് വന്നിട്ടുണ്ട്. ചെറിയൊരു വെള്ളച്ചാലേ എല്ലാം ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അവിടെ നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് ഞാനിതാ ഈ ഒരു സാധനത്തെ കാണുന്നത്. എഴുത്തച്ഛൻ പേരെഴുതും, നമ്മൾ പേര് പറഞ്ഞാൽ ഓലെ പേരെഴുതും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ പഠിച്ചായിരുന്നു. സംഭവം ഓല അങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ നമുക്കെല്ലാവർക്കും നമ്മളെ പേരാണ് എഴുതുന്നത് എന്നൊരു തോന്നലുണ്ടായിരുന്നു. ഇനി അങ്ങനെ തന്നെ അല്ലേ എന്നുള്ളത് നിങ്ങളൊന്ന് പറയണ്ടോ. നമ്മൾ റോഡരികിൽ കണ്ടപ്പോൾ ഞാൻ മെല്ലെ ഒന്ന് നിർത്തിയെടുത്താം കേട്ടോ. നമ്മൾ വണ്ടികൾ പോരുന്ന സമയത്ത് റോട്ടിൽ വരുമ്പോൾ റോട്ടിൽ കണ്ടപ്പോൾ ഒന്ന് മെല്ലെ നിർത്തിയാൽ. ഇതൊക്കെ നമ്മൾ ഒരുപാട് കാലം ഇതിനെ പറ്റി നമ്മൾ ഇതിൻ്റെ ഒപ്പം കളിച്ചിട്ടുണ്ട്. ഇവരെ പിടിച്ചിട്ട് നമ്മൾ കുപ്പിയിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ അതിനെ പറ്റിയ സാഹചര്യമല്ല. ഇതാ ഈ വെള്ളത്തിൽ നിന്ന് ഇപ്പോൾ ഇവരെ ഞാൻ പിടിക്കണമെന്ന് പറഞ്ഞാലേ അത് നടക്കില്ല. അതത്രയും അതാ പരക്കം പാച്ചിലുണ്ടോ. എന്നിട്ട് ഓന് കിട്ടുന്ന പ്രതീക്ഷ ഒന്നും ഉണ്ടാകുന്നില്ല. ഒന്ന് വെറുതെ ശ്രമിച്ചു നോക്കിയതാ. കിട്ടി. അതുണ്ടോ, പാറിപ്പോയിട്ടോ. ഇത് പാറന്നൊക്കെ അറിയില്ലായിരുന്നു കേട്ടോ. പാറിപ്പോയി. പാറന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല സാധനം. എന്തായാലും ഒരു രക്ഷപ്പെട്ടു. വെള്ളത്തേക്ക് തന്നെ വിടാന്ന് എഴുതിയിട്ടായിരുന്നു. അപ്പോൾ അതിട്ട് നമ്മളെ പൂവ ഈ ഒരു ഭാഗത്ത് നമ്മൾ കുറച്ച് പൂവ വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മളെ മഞ്ഞൾ വെച്ചിട്ടുണ്ട്. കണ്ടോ, മഞ്ഞൾ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നടന്നതിൻ്റെ വീഡിയോസ് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. കണ്ടോ, നടന്നതിൻ്റെയും അതേപോലെ ഇതിൻ്റെ വളങ്ങൾ കൊടുക്കുന്നതിൻ്റെ ഒക്കെ വീഡിയോസ് വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പുല്ലൊക്കെ അമർത്തി പുല്ലൊക്കെ പറിച്ച് ഇനി കുറച്ച് പൊത വെച്ച് കൊടുക്കാണ്ട്. അതേപോലെ തന്നെ നമ്മളതാ കണ്ടോ, ഇവിടെ ചേമ്പ്. ചേമ്പൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട്. ഇത് നമ്മളെ നാട്ടിൽ ചെറുചേമ്പ്, തള്ളമലട്ടി ചേമ്പ് എന്നൊക്കെ ഇതിന് പറയും. കേട്ടോ, എൻ്റെ ഇടയിൽ നമ്മൾ പാൽച്ചേമ്പ് കേട്ടോ. ഇവിടെ തന്നെയാണ് നമ്മളെ ചേന വെച്ചിട്ടുള്ളത്. ചേനയൊക്കെ നമുക്ക് ഇതാ മറുതണ്ട് വരലോണിരിക്കണം. അപ്പോൾ നമുക്ക് പറിക്കാൻ പറ്റുമെന്നുള്ളതാണ്. കേട്ടോ, എല്ലാത്തിനും മറുതണ്ട് വന്നിട്ടുണ്ട്. ഉഷാറായിട്ട് കേട്ടോ, ചേനയൊക്കെ എല്ലാം ഉഷാറായിട്ട് തന്നെ വന്നപ്പോഴും കൂട്ടത്തിൽ കൂടെ നമ്മൾ ആ ചേമ്പൊന്നും നമ്മൾ നട്ടാലോ കേട്ടോ, അതിൽ തന്നെ ഉണ്ടായി വന്നതാണ്. ഇവിടെ നമ്മൾ കുക്കുംബർ വെച്ചിട്ടുള്ളത്. കണ്ടോ, ഇവിടെ നമ്മൾ കുക്കുംബർ വെച്ചിട്ടുള്ളത്. കുക്കുംബറൊക്കെ ഉണ്ടോ, നല്ല ഷാറിൽ കുക്കുംബറുകൾ ഒരുപാട് വിളവ് തിന്നിട്ട് കൊണ്ടോ. ഗ്രൂപ്പ് മത്സരത്തിലുള്ളതാണ്. ഇവിടെയൊക്കെ എന്താ വെച്ചാൽ നമുക്ക് എന്താണത് ചിത്രശലഭം. ഇവർ നമ്മളെ കുറേ സഹായിക്കൂട്ടോ. ഇതുപോലുള്ള ആൾക്കാർ ഒരുപാട് പ്രാണികളതാ ഇവർ പിടിച്ച് നമുക്ക് ഇത് മിത്രങ്ങളാണെന്ന് പറയാം. മിത്രങ്ങളും ശത്രുക്കളും ഉണ്ട്. ഈ കുക്കുംബർ നമ്മൾ കുത്തിന് വെച്ചിട്ടാണ് 2 സത്യം പറഞ്ഞാൽ കുത്തിന് വെച്ചിട്ട് നിർത്തിയതല്ല, അങ്ങനെ ആയിപ്പോയതാണ് അറിയില്ല. എന്താ ഇവിടെ നമ്മളെ നെല്ലുകുത്തി ഉമ്മി പാറമണലും ഒക്കെ വെച്ചിട്ടുള്ള എന്താ പറയുക വഴുതന. അടഞ്ഞ് മഴ പെയ്തപ്പോഴേ ഉണ്ടോ, ഇതിലൊക്കെ നന്നായിട്ട് വെള്ളം കയറി. ഇനി ആദ്യം ഒന്നേന്നെണ്ണോ നമ്മളെ വേരുകളൊക്കെ കയറി വരുന്നുണ്ട്. ഇതുകൊണ്ട് നമ്മൾ കുറച്ച് ദിവസം മുന്നേ നമ്മൾ ഇതിൽ വിട്ടായിരുന്നു. നമ്മളെ എന്താ പറയുക താശു ആമിറൊക്കെ മീൻ പിടിക്കണതിൻ്റെ സ്ഥലം. ഇത് കാണുമ്പോഴല്ല അതിലൊരുപാട് ചെറു മീനുകൾ വരും കേട്ടോ. ഇത് നന്നായിട്ട് നല്ല ഒരുപാട് വെള്ളം വരുന്നതിൻ്റെയും കുറച്ച് വെള്ളം വരുന്നതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ വിട്ടുന്നതാണ്. ഇതിപ്പോൾ നമ്മളെ അയലോക്കത്തുള്ള കോഴികളാണ് കേട്ടോ.
ഇവിടെ ഉണ്ട് നമ്മളെ പൂളുള്ളത്. പൂള ഇതൊക്കെ നടുന്നതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ മുട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് പറിക്കണതിൻ്റെ വീഡിയോസൊക്കെ ഇവിടെ ഉണ്ട്. വിളവ് കിട്ടിയാൽ കിട്ടും. ഈ ഒരു ഭാഗത്ത് നമുക്ക് കുറ്റിക്കുരുമുളക് ഉണ്ട് കേട്ടോ. അവിടെ ഇവിടെ തന്നെയാണ് നമ്മളെ എന്താ പറയുക കുറ്റിയമല വെച്ചിട്ടുള്ളത്. കഴിഞ്ഞ വേനൽക്കാലത്താണ് വെച്ചത്. കൂടുതൽ വിളവൊന്നും കിട്ടിയിട്ടുണ്ട്. മഴക്കാലമായതുകൊണ്ട് നമുക്ക് കുറേ വിളവ് കിട്ടിയിട്ടുണ്ട്. നമ്മളിതിന് ഇനി വളങ്ങളൊക്കെ കൊടുത്തിട്ടില്ല. വളങ്ങൾ കൊടുത്താൽ ഒന്നുകൂടി ഉഷാറാവും. കണ്ടോ, തണ്ട് തുരപ്പൻ്റെ നല്ല കേടുണ്ട്. അതിനുള്ള മരുന്ന് ആദ്യം കൊടുക്കണം. കണ്ടോ, നന്നായിട്ട് ഇന്നൊക്കെ നമ്മൾ കായ പൊട്ടിക്കുന്നുണ്ട്. ഇവിടെ കണ്ടോ നമ്മളൊരു വേപ്പ്. ഈ വേപ്പിൻ്റെ വീഡിയോസ് ഞാൻ വിട്ടായിരുന്നു. നന്നായിട്ട് അണച്ചം പൊട്ടി നല്ല 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 ഇലകൾ, 6 ഇലകൾ വന്നിട്ട് ഉണ്ടോ ഒരു പാടുണ്ട്. നമ്മൾ വലിയ മരങ്ങളാക്കാതെ ചെറിയ ചെറിയ തൈകളാക്കിയിട്ട് നമുക്ക് എടുക്കാൻ കഴിയണം. നമ്മുടെ ആമിറുവിൻ്റെ പയർ കൃഷിയുള്ളത് സ്കൂളിൽ നിന്ന് ടീച്ചർ കൊടുത്ത്, ടീച്ചർ നല്ല സപ്പോർട്ടുമാണ് ജിൻഷി ടീച്ചർ. അതുകൊണ്ട് ഇവനക്കും നല്ല ആവേശമാണ് ഇത് ഉണ്ടാക്കിയാന്നൊരു വിളവെടുക്കണം എന്നുള്ളൊരു ആവേശമുണ്ട്. അപ്പോൾ ചെറിയ 1-2 പൂക്കളൊക്കെ ഇട്ടുകൊണ്ടെന്ന് എന്നോട് പറഞ്ഞു തന്നു. നമ്മളിത് നോക്കിട്ട് വന്നിട്ട് എന്താ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. തുടങ്ങിയിട്ടുള്ളൂ. ഭയങ്കര സന്തോഷത്തിലാണ്. അവർക്ക് നമ്മളിതിങ്ങനെ കാണിച്ചു കൊടുത്താലേ അവരിങ്ങനെ ചെയ്തോളും. 7 തെയ്യാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ നമ്മളെ ചെണ്ടുമല്ലിയുണ്ട്. നമ്മളെ മിറാക്കിൾ ഫ്രൂട്ട് കേട്ടോ ഈ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ നായ്ക്കൾ പിടിച്ചപ്പോഴേ ഒരു കാല് പോയതാട്ടോ. ആള് വലുതായി വരുന്നുണ്ട്. പക്ഷേ മഴക്കാലം ആയതുകൊണ്ട് ചെറിയൊരു വാട്ടമൊക്കെ കാണുന്നുണ്ട്. ശരിയാവും, നല്ല ഉഷാറിനാണ് ആള്. തീറ്റ എടുക്കണ കാണുമ്പോൾ ചെറിയൊരു സങ്കടമൊക്കെ വരും. എല്ലാവരും ചിക്കി പനക്കി ഉണ്ടോ, കൂട്ടത്തിലുള്ളവർ നന്നായിട്ട് ചിക്കി പനക്കിയിട്ടൊക്കെ കഴിക്കണ്. അപ്പോൾ തീറ്റ എടുക്കേണ്ട കാര്യത്തിൽ ചെറിയൊരു തന്നെ. പക്ഷെ നമ്മൾ തീറ്റ പരമാവധി കൊടുക്കുന്നുണ്ട്. ഇവരങ്ങനെ ഒട്ടായിക്കാണ്. കാരണം നമ്മൾ കുറേയൊക്കെ ഒരു തീറ്റയുടെ തന്നെ പഠിക്കട്ടെ എന്ന് വെച്ചിട്ട്. നമ്മൾ തൊടി കളക്കുമ്പോഴും ഇതൊക്കെ ആകുമ്പോഴാണ് ഇവരായിട്ടുള്ളൊരു ആകെ പ്രശ്നം. അവർ എല്ലാം തുരത്തി തൂഫാനാക്കി തരും. കണ്ടോ, അതൊക്കെ കാരണത്താലാണ് ഇപ്പം നമ്മളിങ്ങനെ ഇവരങ്ങനെ ഒരു വില്ലൻ വരുന്നുണ്ടോ, തെറ്റ് സാധനം. ഇവരൊക്കെ നല്ല ഉഷാറുള്ള ആൾ കൂട്ടത്തിലുള്ളവരാട്ടോ. നമ്മൾ നേരക്ക് വരുന്നുണ്ടോ. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക. മിക്ക ദിവസങ്ങളും വൈകുന്നേരത്ത് 3 മണിക്കും 7 മണിക്കും ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുപോലുള്ള വീഡിയോസുകളൊക്കെ പെട്ടെന്ന് കാണാൻ ബെൽ ബട്ടൺ അമർത്തുക. ഇനി അടുത്ത വീഡിയോ കാണാം.